ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഗ്രീൻ പീസ് മസാല കറിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നല്ല കുറുകിയ കറി നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചപ്പാത്തിക്കൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു കറിയാണ്. അതിനായിട്ട് ഞാൻ ഒരു 200 ഗ്രാം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. 2 മീഡിയം സൈസ് സവാള ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നമ്മൾക്ക് ഒരു കുക്കറിലിട്ട് ബോയിൽ ചെയ്തെടുക്കണം. കുക്കറിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു, പച്ചമുളക് കട്ട് ചെയ്തതും സവാളയും ചേർത്ത് കൊടുത്തിട്ട് നികരെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കുക. ഇനി നമ്മൾ അതിലേക്ക് ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പ് ചേർക്കാതെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് വേഗം, എന്നാലും ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു 1.5 സ്പൂണ് മല്ലിപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പച്ചമണമെല്ലാം ശരിക്കും ഒന്ന് മാറണം. അപ്പോഴാണ് ഈ മസാലക്കറി നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. ഇതേപോലെ ആയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് പാർത്തി കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് തക്കാളി, ഒരു 5 ചുവന്നുള്ളി കട്ട് ചെയ്ത് വേണം. പിന്നെ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് ചതച്ചത്. ഇപ്പം ഞാനിതിൽ ഒരു 4 വിസിൽ അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു കടായി അടുപ്പിലേക്ക് വെച്ചു 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിടുക. എണ്ണ ചൂടായതിന് ശേഷം ഒരു 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് ചതച്ചത് ആദ്യം ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ എണ്ണയിലൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇഞ്ചിയും വെള്ളുള്ളി നല്ലപോലെ മൊരിഞ്ഞ് വരുന്ന നല്ല മണമായിരിക്കും. ഈ ഘട്ടത്തിൽ നമ്മൾക്ക് അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതിൻ്റെ മണം കൂടി ആകുമ്പോൾ കറിക്ക് നല്ല രുചിയാണ്. ഇതേപോലെ വന്നതിന് ശേഷം ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർത്തു. അതുകൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി തക്കാളി പൊടിയായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 തക്കാളി, 2 മീഡിയം സൈസ് സവാള എടുത്തിട്ട് ഗ്രീൻ പീസ് കറി വെച്ച് നോക്കുക. 200 ഗ്രാമിൽ നല്ല രുചി ഉണ്ടാവും. തേങ്ങയൊന്നും അരക്കേണ്ട ഒരാവശ്യമില്ല. തക്കാളിയൊക്കെ ശരിക്കും മെൽട്ടായി വന്നതിന് ശേഷം ഒരു 1/2 സ്പൂണ് മീറ്റ് മസാലയും ഒരു 1/4 സ്പൂണ് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിക്കറി ഉണ്ടാക്കുന്ന അതേ രുചിയാണ്. അല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഞാൻ അതിലേക്ക് ഒരല്പം കൂടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ഗ്രീൻ പീസ് ബോയിൽ ചെയ്യുമ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ബോയിൽ ചെയ്ത് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ബോയിൽ ചെയ്യുമ്പോൾ സവാള ചേർത്തുകൊണ്ട് തന്നെ സവാള ശരിക്കൊന്ന് വെന്ത് അലിഞ്ഞ് മെൽട്ടായി കിട്ടും. ഇനി അതിലേക്ക് ചൂടാക്കി വെച്ച മല്ലി, മുളക് അതും കൂടി ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഒരല്പം ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തു. ഇനി കുറച്ചുകൂടി അതിലേക്ക് വെള്ളമൊഴിച്ച് നമ്മൾ കറക്റ്റ് മസാലക്കറിയുടെ ആ പരുവത്തിലാക്കിയതിന് ശേഷം ഇതൊന്ന് 4-5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇതാ തുറന്ന് നോക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്, കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വന്നോളും. ഇതപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവി അതേ കണ്ടീഷനിലാണുള്ളത്. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ചപ്പാത്തി, അപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. ഒരു 1.5 മിനിറ്റ് കൂടി നമ്മൾ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ചേർത്തു. അപ്പോൾ നമ്മളെ അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി. ഞാനിപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു. ഞാൻ അതിൻ്റെ ഉപ്പെല്ലാം നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ച് അല്പം ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ചൂടാറി കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നല്ലപോലെ ഒന്ന് കുറുകിയതാണ്. ഈ സെറ്റപ്പാണ് കറിക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 സവാളയും തക്കാളിയും ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ മസാല കുത്തലൊന്നും തീരെ ഉണ്ടാവില്ല. ഞാനത് വേറെ ബൗളിലേക്ക് പാർത്തി കാണിച്ചു തരാം. അപ്പോൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തേങ്ങയൊന്നും അരയ്ക്കാതെ അടിപൊളി കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.